ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. മിറാസോൾ എന്ന ക്ലബിനോടാണ് അവർ സമനില വഴങ്ങിയിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. നെയ്മറാണ് ആദ്യം സാന്റോസിന് ലീഡ് നേടിക്കൊടുത്തത്. പക്ഷേ പിന്നീട് പെനാൽറ്റിയിലൂടെ മിറാസോൾ സമനില പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ മത്സരം സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത്. മത്സരത്തിന്റെ 4-ാമത്തെ മിനിറ്റിൽ തന്നെ നെയ്മർ ഗോൾ കണ്ടെത്തുകയായിരുന്നു. അതായത് ലൗറ്ററോ ഡയസിന്റെ ഒരു പാസ് നെയ്മർ ജൂനിയറിലേക്ക് എത്തുന്നു. കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. നെയ്മർ മുന്നോട്ട് പോയി പിഴവുകൾ ഒന്നും കൂടാതെ അത് ഗോളാക്കി മാറ്റി. അങ്ങനെ 4-ാമത്തെ മിനിറ്റിൽ തന്നെ നെയ്മർ ജൂനിയർ സാന്റോസിന് ലീഡ് നേടിക്കൊടുത്തു. പക്ഷേ 61-ാമത്തെ മിനിറ്റിൽ സാന്റോസ് ഒരു പെനാൽറ്റി വഴങ്ങുകയായിരുന്നു. ആ പെനാൽറ്റി വഴങ്ങിയത് മറ്റാരുമല്ല, നെയ്മർ ജൂനിയർ തന്നെയാണ്. അതായത് മിറാസോളിന്റെ താരമായ റൈനാൾഡോയെ പെനാൽറ്റി ബോക്സിനകത്ത് വെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ ഫൗൾ ചെയ്തു. അത് പെനാൽറ്റിയിൽ കലാശിച്ചു. റൈനാൾഡോ തന്നെ അത് ഗോളാക്കി മാറ്റി. അതായത് നെയ്മർ ജൂനിയർ തന്നെയാണ് സാന്റോസിന് വേണ്ടി ഗോൾ നേടിയത്. പിന്നീട് പെനാൽറ്റി വഴങ്ങിക്കൊണ്ട് ആ ഒരു ഗോൾ വഴങ്ങാൻ കാരണമായതും ഇതേ നെയ്മർ തന്നെയാണ്. മത്സരത്തിൽ മികച്ച പ്രകടനം നെയ്മർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല. ഏതായാലും പോയിന്റ് പട്ടികയിലേക്ക് വരുമ്പോൾ 16-ാം സ്ഥാനത്താണ് സാന്റോസ് ഉള്ളത്. 34 മത്സരങ്ങളിൽ നിന്ന് 37 പോയിന്റാണ് അവർക്കുള്ളത്. റെലഗേഷൻ സോണിന്റെ തൊട്ടരികിൽ തന്നെയാണ് അവരിപ്പോൾ ഉള്ളത്. ഏതായാലും ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ സാന്റോസിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ഇന്റർനാസിയോണലാണ്. നവംബർ 25-ാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.